ഹായ് ഫ്രണ്ട്സ്, ഇസ് മീ സാറിങ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SP Talks. അപ്പോൾ ചെമ്പർ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണിയാണ്. സാധാരണ ബിരിയാണി നമ്മൾ ഉണ്ടാക്കേണ്ട തവണ കുക്കറിലിട്ടൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിൽ ഇട്ടു. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ബിരിയാണിയാണ്. കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് ഒരു ചിക്കൻ ബിരിയാണി ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറുവപ്പട്ട, കച്ചോലം, ഗ്രാമ്പു, ബേ ലീഫ്, നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ്, അപ്പോൾ 2 ചെറിയ സവാള, അല്ലാതെ ഒരു 3 സവാള ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സവാള ഇട്ടതെല്ലാം ഒരു നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു 1.5 സ്പൂൺ ബിരിയാണി മസാലപ്പൊടി, ഈ സ്പൂണിനാണ് കേട്ടോ, ഈ സ്പൂണിന് 1.5 സ്പൂൺ, ഒരു സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് മസാലക്കൂട്ടിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത്രയും മുളക് പൊടി, ഞാൻ ചിക്കനിൽ മുളക് പൊടിയൊക്കെ പരട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞു വെച്ചൊരു തക്കാളി, ഒരു ഇടത്തരം തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്തുടയണം. ചിക്കനിലൊക്കെ ഉപ്പ് വരുമ്പോൾ വെച്ചാൽ കുറച്ചൊരു പിഞ്ചുപ്പ്, തക്കാളി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കണം. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, പിന്നെ ഒരു 1.5 സ്പൂൺ തൈരും കൂടിയായിട്ടാണ്, ഉപ്പും ചേർത്താണ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. അതിലേക്കൊരു അരമുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം.
ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വയ്ക്കാം. വെയിറ്റ് ഇടാതെ ചെറു തീരുന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കപ്പിനൊരു 3 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പം അത് കഴുകി വാരി വെച്ചതാണ്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് അരി നമ്മൾ ചിക്കൻ്റെ മുകളിലേക്കാണ് അരി ഇട്ടേക്കുന്നത്. ഇനി ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തേക്കണേ. അപ്പം 1 കപ്പ് അരിക്ക് 3/4 കപ്പ് വെള്ളം വെച്ചാണ് എടുത്തേക്കണേ. അങ്ങനെ 2.25 കപ്പ് വെള്ളം. അത് ഞാൻ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കലക്കി വെച്ചേക്കുന്നതാണ്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കലക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മീതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ ഈ സ്പൂണിനാണ് കേട്ടോ. നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. കുറച്ച് വേപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്കിത് കുക്കർ അടച്ച് വയ്ക്കാം. കുക്കർ അടച്ചിട്ട് ഒരു ഒറ്റ വിസിൽ കേട്ടാൽ മതി. ഇപ്പം നമ്മൾ കുക്കറിൽ വിസിൽ വന്ന് വെച്ചതാണ്. വിസിലൊക്കെ ഇതൊക്കെ എയറൊക്കെ പോയി കുക്കർ തുറക്കാൻ പോകണം. അരിയൊക്കെ വെന്തണം നോക്കട്ടെ. നമുക്കിതിൻ്റെ പുറത്തേക്ക് ദമ്മിടാനായിട്ടുള്ള സവാള വഴറ്റിയതും കാഷ്നട്ടും മുന്തിരിയും ഫ്രൈ ചെയ്തത്, പിന്നെ അത് ആദ്യത്തെ മല്ലിയിലയുടെ ബാക്കി ഇതും കൂടി നമുക്ക് ഊരി കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി അടച്ച് വയ്ക്കാം. അപ്പം നമ്മൾ ദമ്മിട്ടത് ഓപ്പണാക്കി. എങ്ങനെയുണ്ട് ചേട്ടാ? സ്മെല്ലൊക്കെ ഉണ്ടോ? സ്മെല്ലൊക്കെ ഉണ്ട്, കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബിരിയാണി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് കഴിക്കാൻ ഞാൻ വെറുതെ ഒരു ചെറിയ കച്ചമ്പറ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ.